എന്തായാലും എം ഹസൻ കടുത്ത ആരോപണമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് അശ്വതി ADGPക്കെതിരെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആലോചന പോലും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും മലപ്പുറത്തെ പോലീസ് തലപ്പത്ത് വലിയ അഴിച്ചുപണിയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അതിന്റെ വാർത്ത വന്നത്. അപ്പോൾ എന്തായാലും അതിനുശേഷം നമ്മൾ ന്യൂസ് 18 PV അൻവർ MLA ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടുകയും അഭിപ്രായം ചോദിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം വളരെ ആശ്വാസകരമായിട്ടുള്ള നടപടിയാണ്. അദ്ദേഹത്തിന്റെ പരാതികൾ അംഗീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് ഗൗരവമുള്ളതാണ് എന്ന് അംഗീകരിക്കപ്പെടുന്ന തരത്തിലാണ് ഈ നടപടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇനിയും ADGP വരെ ഈ നടപടി ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു സൂചന, പടിപടിയായി മാത്രമല്ല ഇത്തരത്തിൽ നടപടി എടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം വിശ്വസിച്ചു. അതെ, അത്തരത്തിലാണ് അദ്ദേഹം നിലപാട് നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും മലപ്പുറം SP അടക്കമുള്ളവരുടെ കൂട്ടസ്ഥലം മാറ്റം PV അൻവറുമായുള്ള ഒത്തുതീർപ്പെന്ന സംശയം ബലപ്പെടുന്നു എന്നുള്ളതാണ് വാർത്ത. അൻവറുമായി രമ്യതയിലല്ലാത്ത ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത്. അതേസമയം ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഗൗരവതരമാണ്. പോലീസിനെതിരായ പരാതി സ്വീകരിക്കാൻ PV അൻവർ തുടങ്ങിയ വാട്സ്ആപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. നിരവധി പേർ സ്പാം റിപ്പോർട്ട് ചെയ്തതോടെയാണ് നമ്പർ ബ്ലോക്ക് ആയത്. ഒരു നമ്പർ പോയാൽ വേറെ 1000 നമ്പർ വരുമെന്നും എല്ലാം ക്ലീൻ ആക്കിയിട്ടേ ഈ പരിപാടി നിർത്തുകയുള്ളൂവെന്നും PV അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും അൻവറുമായുള്ള ഒരു ഒത്തുതീർപ്പാണ് അവിടെ നടന്നത് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ആര്യ, ഗുഡ് മോർണിംഗ് അശ്വതി. ഇപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കാം ഒരു ജില്ലയിലെ എല്ലാ DYSPമാരെയും തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലാതെ സ്ഥലം മാറ്റുന്നത്. മലപ്പുറത്ത് 8 DYSPമാരാണ് ഒറ്റയടിക്ക് മറ്റ് ജില്ലകളിലേക്ക് മാറിപ്പോകുന്നത്. പുതിയതായിട്ട് മലപ്പുറം ജില്ലയിൽ അത്ര പരിചിതരല്ലാത്ത ഉദ്യോഗസ്ഥരാണ് വരുന്നത്. ഇത് അൻവറുമായിട്ടുള്ള ഒത്തുതീർപ്പാണോ എന്ന് ചോദിച്ചാൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അതിന്റെ തുടർ നടപടികളായിട്ട് വേണം ഈ സ്ഥലം മാറ്റത്തെ കാണുവാൻ. പക്ഷേ അൻവർ ഉന്നയിച്ച ഇപ്പോൾ സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും അൻവർ ആക്ഷേപം ഉന്നയിച്ചവരല്ല. SP ശശിധരനാണ് അൻവറിന്റെ ആക്ഷേപങ്ങൾക്ക് നേരിട്ട് ഇരയായത്. മറ്റുദ്യോഗസ്ഥരൊക്കെ ഏതാണ്ട് 1 മാസം മാത്രമായിട്ടേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ തിരിച്ചെത്തിയത്. അതായത് ജൂലൈ ഓഗസ്റ്റോടെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷമുള്ള റീഷഫ്ലിംഗിൽ മലപ്പുറം ജില്ലയിൽ തിരിച്ചെത്തിയത്. ഇവരൊക്കെ മലപ്പുറം ജില്ലയിൽ മുൻപ് സേവനമനുഷ്ഠിച്ച പരിചയമുള്ളവരാണ്. അപ്പോൾ അൻവർ ആക്ഷേപം ഉന്നയിച്ച ഉദ്യോഗസ്ഥരെയാണോ സ്ഥലം മാറ്റിയത് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. പകരം എല്ലാവരെയും സ്ഥലം മാറ്റിക്കൊണ്ട് ഇനി ഒരു ആക്ഷേപത്തിന് അവസരം കൊടുക്കാതെ ഇനി ഒരാളെ മാത്രം മാറ്റിയാൽ മറ്റേയാളെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞ് അൻവർ വീണ്ടും വന്നാലോ എന്ന ഒരു തോന്നലിലായിരിക്കാം എല്ലാവരെയും മാറ്റിയത്. ഇനിയിപ്പോൾ ആർക്കെതിരെയും ഒന്നും പറയാൻ കഴിയില്ലല്ലോ, കാരണം എല്ലാവരും മാറ്റിക്കഴിഞ്ഞു. പുതിയ SP ഏതാണ്ട് അടുത്ത ദിവസങ്ങളിൽ മലപ്പുറത്ത് സ്ഥാനമേൽക്കും. അപ്പോൾ അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ നടപടികൾ എടുക്കുന്നു എന്ന സന്ദേശം കൃത്യമായിട്ട് നൽകാൻ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തെ നമ്മൾ കാണേണ്ടത്. അൻവറിന്റെ ഇന്നലത്തെ മറുപടിയും അത് സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു. താൻ തുടങ്ങി വെച്ച പോരാട്ടങ്ങൾ ഫലം കാണുന്നു എന്ന് അദ്ദേഹം കരുതുന്നു. ഇതിലേറ്റവും പ്രധാനം ഈ ഉദ്യോഗസ്ഥർക്കെതിരായ സ്ഥലമാറ്റമോ SP മാറ്റിയതൊന്നുമല്ല. ഇതിൽ അന്വേഷണം, അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ അന്വേഷണത്തിൽ എന്ത് റിപ്പോർട്ട് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. 1 മാസത്തിനുള്ളിൽ അദ്ദേഹം എഴുതി നൽകിയ പരാതിയിൽ ആ പരാതികൾ നിലനിൽക്കുന്നതാണോ അടിസ്ഥാനരഹിതമാണോ, അതിൽ എന്തെല്ലാം അദ്ദേഹം പറഞ്ഞത് ശരിയുണ്ട് എന്നൊക്കെ കണ്ടെത്തേണ്ടത് ഈ റിപ്പോർട്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വരുന്ന ഈ ഒരു സ്ഥലമാറ്റ ഉത്തരവൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതായിട്ട് തന്നെ വേണം കാണാൻ. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലത്തെ മറ്റൊരു കാര്യം, അൻവർ ഒരു വാട്സപ്പ് നമ്പർ നൽകി അതിലേക്ക് ഉദ്യോഗസ്ഥർക്കെതിരായ ആക്ഷേപങ്ങളും അഴിമതികളും അതേപോലെ ഈ ഉദ്യോഗസ്ഥരുടെ അപ്രീതി കാരണം ബുദ്ധിമുട്ടായ ആളുകൾക്കും കള്ളക്കേസിൽ കുടുക്കിയവർക്കൊക്കെ അവരുടെ പരാതി പങ്കുവെക്കാനുള്ള ഒരു സംവിധാനം രൂപീകരിച്ചതെന്ന് കഴിഞ്ഞ ആഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ആ നമ്പറും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. ആ വാട്സപ്പ് നമ്പറാണ് ഇന്നലെ സ്പാം ആണെന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് ഇനി വേറെ നമ്പർ എടുക്കും. അതും ഇതുപോലെ തന്നെ തുടരും. ഈ ഒരു പോരാട്ടം തുടരും. ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ടേ നിൽക്കൂ എന്നുള്ളതാണ് അൻവറിന്റെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്താണെങ്കിലും അൻവറിന്റെ വാർത്തകൾ അല്ലെങ്കിൽ അൻവർ തുടങ്ങി വെച്ച പോരാട്ടത്തെ സർക്കാർ ആശങ്കയോടെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആശങ്കയുണ്ട്. അത് എവിടെ ചെന്നെത്തുമെന്ന ആശങ്ക സർക്കാരിന് തീർച്ചയായിട്ടും ഉണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ചില ആശങ്കകളും ഇതിലുണ്ട്. കാരണം ഈ ഒരു വിഷയത്തിൽ അൻവർ തുടങ്ങി വെച്ചത് അനീതിക്കെതിരെ അല്ലെങ്കിൽ അഴിമതിക്കെതിരായ ഒരു വലിയ പോരാട്ടമാണ്. പക്ഷെ അതിൽ ആരൊക്കെ അൻവറിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച ആശങ്ക. ഇടതുപക്ഷത്തിന് ഒരിക്കലും കൈകോർക്കാൻ കഴിയാത്ത പലരും അൻവറിന് അനുകൂലമായിട്ട് നിലപാടെടുക്കുകയും
അൻവറിന് വേണ്ടി ഫേസ്ബുക്കിലൂടെ പ്രസ്താവനകളുമായിട്ട് വരികയും അതൊക്കെ നാളെ ഒരു പക്ഷേ മറ്റൊരു വഴിയിലേക്ക് പോകുമോ എന്ന ആശങ്കയൊക്കെ ഇടതുപക്ഷത്തിന് തീർച്ചയാണ്. അൻവർ ഇടതുപക്ഷത്തിന്റെ കീഴിൽ ചെങ്കൊടിക്ക് താഴെ നിൽക്കുമെന്ന് അടിക്കടി ഫേസ്ബുക്കിൽ പറയുന്നുണ്ടെങ്കിലും അൻവർ ഉന്നയിച്ച ആശയങ്ങൾ അല്ലെങ്കിൽ ആ ആവശ്യങ്ങൾ അതിന് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സ്വീകാര്യത ലഭിക്കുന്നതും അതിനെ പിന്തുണയ്ക്കുന്നവർ ഇടതുപക്ഷത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത പലരും അതിനെ പിന്തുണയ്ക്കുന്നു എന്നതും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അല്പം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പങ്കുവെക്കുന്നുണ്ട്. ഇന്നലെ ഈ SP ശശിധരനെ ഇവിടെ നിന്നും മാറ്റാനുള്ള തീരുമാനം അറിഞ്ഞ ഉടനെ തന്നെ KT ജലീലും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിലെ ഏറ്റവും വലിയ ആരോപണം ശശിധരൻ സംഘി മനസ്സുള്ള ഒരു ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കടുത്ത ആക്ഷേപങ്ങൾ, അതായത് മലപ്പുറം ജില്ലയിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരെ ഇങ്ങനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നതിനെതിരെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മാത്രമല്ല രാഷ്ട്രീയത്തിൽ നിന്ന് നേതാക്കളിൽ നിന്ന് തന്നെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. കാടടച്ച് വെടിവെക്കുന്നതിന് സമാനമാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ എന്നൊക്കെയാണ് പല നേതാക്കളും അവരുടെ ആശങ്കയായി പങ്കുവച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അൻവർ കുടത്തിലും തുറന്നുവിട്ട ഭൂതം അത് ചെറുതല്ല, അത് വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം ഒരു മാസത്തിന് ശേഷം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ എന്തുണ്ട് എന്നുള്ളതാണ്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ നിലനിൽക്കുന്നതാണോ, അതിൽ വസ്തുതയുണ്ടോ, അത് നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. തീർച്ചയായും അനുമോദ്, അതാണ് നമ്മൾ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന കാര്യം. നേരത്തെ അനുമോദ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ ടീമിനെ ഒന്നാകെ, ജില്ലയിലെ ആ ടീമിനെ ഒന്നാകെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അല്ലാതെ ഈ ആരോപണ വിധേയരായിട്ടുള്ളവരെ മാത്രം, അല്ലെങ്കിൽ പരാതി അൻവർ ആർക്കെതിരെ ഉന്നയിച്ചോ അവരെ മാത്രം മാറ്റുന്ന ഒരു രീതിയല്ല കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിമർശനം ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് ഇതൊരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നടപടി മാത്രമായി കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. ADGPയെ സംരക്ഷിക്കുകയും അതേസമയം തന്നെ മലപ്പുറം പോലീസിലെ എല്ലാ ഉന്നതരെയും ഒറ്റയടിക്ക് മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ താൽക്കാലികമായി കട്ടക്കലിപ്പിൽ നിൽക്കുന്ന അൻവറിനെ ഒന്ന് തണുപ്പിക്കാം, അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടാം എന്നുള്ള തരത്തിലുള്ള ഒരു നടപടി മാത്രമായി ഇത് കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്ത് നിന്ന് അടക്കം ഉയരുന്ന ചില വിമർശനങ്ങൾ. എന്തായാലും പ്രതിപക്ഷ നിരയിലെ മറ്റ് പാർട്ടികളുടെയൊക്കെ പ്രതികരണങ്ങൾ, കൂടുതൽ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ ഇന്ന് നമുക്ക് ഈ ദിവസം പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ പ്രതികരണങ്ങൾ. നമുക്കറിയാം മലപ്പുറം ലീഗിന്റെ ഒരു ഭൂരിപക്ഷ ജില്ലയാണ്. അപ്പോൾ ലീഗ് ഉന്നയിക്കുന്ന അഭിപ്രായങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. ഒരു ജില്ലയിലെ 8 DYSPമാരെയും SP-യെയും ഒറ്റയടിക്ക് മാറ്റി അവിടുത്തെ ഈ പോലീസിംഗ് സംവിധാനത്തിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറി എന്നുള്ളത് തീർച്ചയായിട്ടും പോലീസിന് ആഭ്യന്തരമായിട്ട് മാത്രമല്ല രാഷ്ട്രീയമായിട്ടും ചില പ്രതിസന്ധികൾ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കും. കാരണം ജില്ലയെക്കുറിച്ചും ജില്ലാ നേതാക്കളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സ്ഥലം മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉദ്യോഗസ്ഥർ വന്ന് ചാർജ് ഏറ്റെടുത്ത് താൽക്കാലികമായിട്ട് ഈ ഒരു സംവിധാനം കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കുറച്ച് ദിവസങ്ങളിൽ മാറും. കാരണം അവർക്ക് വന്ന് ഈ ഒരു സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനും, ഇത് ലോ ആൻഡ് ഓർഡർ ആണല്ലോ, സ്വാഭാവികമായിട്ട് അതിന്റെ സമയമെടുക്കും. അപ്പോൾ ലീഗിന്റെ ഒരു നിലപാട് ഈ കൂട്ടസ്ഥലം മാറ്റത്തിൽ എന്താണ് എന്ന് അറിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എന്തായാലും അതുപോലെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വരും മണിക്കൂറുകളിൽ. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ആ രീതിയിൽ ഈ